ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റിങ്ങൽ കൊട്ടാരത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദേ, ആ കാണുന്നതാണ് ആറ്റിങ്ങൽ കൊട്ടാരം. കോയിക്കൽ കൊട്ടാരം എന്നൊരു പേര് കൂടി ഈ കൊട്ടാരത്തിനുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കോയിക്കൽ കൊട്ടാരം ഇവിടെയല്ല, നെടുമങ്ങാടാണെന്നാണ് ചരിത്രം പറയുന്നത്. ആ കൊട്ടാരത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇത്. എന്തായാലും ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഈ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങളെ അറിയിക്കാനോ കാണിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ കൊട്ടാരം ഏതാണ്ട് നാമാവശേഷമാകാൻ ഇനി അധിക നാളില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത് പലതരത്തിൽ പല വ്യക്തികൾ ഇതിൻ്റെ അധികൃതരെ അറിയിച്ചിട്ടും അവർ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ പലതരത്തിൽ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചൊരു കാര്യം. പല വീഡിയോയിലൂടെയും നമുക്ക് അത് നേരത്തെ അറിയാവുന്ന കാര്യവുമാണ്. എന്തായാലും ഈ കൊട്ടാരം ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് ആശങ്ക തോന്നിയ ഒരാൾ കടന്നു വന്ന് അദ്ദേഹം ഈ കൊട്ടാരത്തിൻ്റെ കുറച്ചു ഭാഗം വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഭാഗം വിലയ്ക്ക് വാങ്ങി. ചിലരൊക്കെ ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരുപാട് പുരാതനമായ വസ്തുക്കളും സ്ഥലങ്ങളും ഒക്കെ വിലയ്ക്ക് വാങ്ങി ചിലരൊക്കെ അത് നിലനിർത്തി റിസോർട്ട് പോലെയൊക്കെ പണിയും, ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തും. അതല്ലെങ്കിൽ അത് പൊളിച്ച് വിറ്റ് കാശാക്കും, എന്നിട്ട് അവിടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയും. എന്തായാലും ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങി അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് ഒരു തൂണോ ഒരു കട്ടയോ പോലും എടുത്തു മാറ്റാതെ പഴയ പടിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജനോപകാരപ്രദമായ ഒരിടമാക്കി അതിനെ മാറ്റി. അപ്പോൾ ആ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ പലതരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയാണിത്. ചില വിഷ്വൽസ് പോലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിഷ്വൽസ് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങി സംരക്ഷിച്ച് ഒരു പുതിയ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന, ജനോപകാരപ്രദമായ ഒരു പുതിയ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന വളരെയേറെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയെ കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഞാനിപ്പോൾ പറയാം. മധു എന്നാണ്. മധു സാർ എന്ന് ഞാൻ വിളിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ കൊട്ടാരത്തിൻ്റെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമുക്ക് തൽക്കാലം കയറി കാണാൻ പറ്റില്ല. തന്നെയുമല്ല, ഇതിൻ്റെ നല്ല ഒരു ഫ്രെയിം നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് അതിനും പറ്റുന്നില്ല. നല്ല വെയിലുണ്ട്. മഴയുള്ള സമയമാണെങ്കിലും ഞാൻ രാവിലെ 9 മണിയോട് അടുപ്പിച്ചാണ് ഇവിടെ എത്തിയത്. റോഡിൻ്റെ ഏകദേശം നടുക്ക് നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ബഹളമൊക്കെ കേൾക്കുന്നത്. സാഹചര്യം ഇതൊക്കെയാണ്. എന്തായാലും ഇനി ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആ കൊട്ടാരത്തിനകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വാങ്ങിയ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒരു പ്രവേശന കവാടമുണ്ട്. ഇത് കോയിക്കൽ കൊട്ടാര കവാടം എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അതിലെ തന്നെയാണ് നമ്മുടെ ഈ സ്ഥലത്തേക്കും പോകേണ്ടത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇങ്ങനെ ഇതിനുള്ളിലേക്ക് കയറി ആ പടവുകളെല്ലാം കയറി അങ്ങ് ചെല്ലണം. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ നേരത്തെയും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഇവിടെ വന്ന് റീൽസും എല്ലാമുള്ള വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ ഭാഗമൊക്കെ വളരെ പ്രശസ്തമാണ്, വളരെ പരിചിതമാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. മഴ കഴിഞ്ഞിട്ടുള്ള വെയിലിന് നല്ല ചൂടല്ലേ. രാവിലെ തന്നെ നല്ല ചൂട്. ഇവിടെ ആരുമില്ല. ദേ ആ കാണുന്നത് ആവണിപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. കണ്ടില്ലേ, അങ്ങ് കാണുന്നത്. ഇതിലേക്കൂടെ ഇവിടെ ഒരു സംഭവമുണ്ട്. ക്ഷേത്ര കലാപീഠം എന്ന് അവിടെ വാതിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ, എന്താണ് ഇതിനുള്ളിലെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമായിരിക്കും. എന്തായാലും ഇവിടെയല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് പിന്നെയും അങ്ങോട്ട് നടന്ന് ഈ പടവുകൾ കൂടി കയറണം. ഏകദേശം നമ്മുടെ സ്പോട്ടെത്തി. ഇത് കണ്ടോ, ഈ പടിപ്പുര കടന്ന് അകത്ത് ചെല്ലുന്നിടത്താണ്. ഇവിടം തൊട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം തുടങ്ങുന്നത്. ഇതും കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞ മധു സാർ വാങ്ങിയത്.
അപ്പോൾ അത് ഇവിടുന്നാണ് ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ മധുസാർ വാങ്ങി ഇപ്പോൾ മധുസാറിൻ്റെ കസ്റ്റഡിയിലാണ്. സാറിനെ നമ്മളൊന്ന് കാണാൻ പോവുകയാണേ. സാറൊരു സംഭവമാണ്. ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ, ഞാൻ വിളിക്കാം. മധുസാറേ. നമസ്കാരം. 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 നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ഓക്കെ, ഞാൻ അകത്തോട്ട് വരട്ടെ? ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ മധുസാറ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട എൻ്റെ പ്രേക്ഷകർ വിചാരിച്ചത് വേറൊരു രൂപവും ഭാവവും ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല. മധുസാർ ഇതായി സിമ്പിളാണ്. കണ്ടില്ലേ? ഓക്കെ സാറേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇരിക്കാം കുറച്ച് സമയം. ഇത്തിരി നേരം ഒന്ന് സംസാരിക്കണം എനിക്ക് സാറിനോടൊപ്പം. ഓക്കെ. സാറ്, സാറിന്റെ തിരക്കുകളൊക്കെ ഒരുവിധം കഴിഞ്ഞു രാവിലത്തെ? രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതെയോ? അതെ. ഇവിടെ ഇപ്പൊ എന്താണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ഇതിനകത്തൊരു ആയുർവേദ ക്ലിനിക് ഉണ്ട്. ഒരു ഡോക്ടർ വന്ന് പോകുന്നുണ്ട്. ഒന്നല്ല, രണ്ടുപേര് വന്ന് പോകുന്നുണ്ട്. 2 ഡോക്ടേഴ്സ്. ഓക്കെ. പിന്നെ കൺസൾട്ടേഷൻ അത്രേ ഉള്ളൂ. പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. ഓക്കെ. ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങി പോകുന്നുണ്ട്. കിടത്തി ചികിത്സയുണ്ടോ? കിടത്തി ചികിത്സയില്ല. ഇല്ല. ദൂരെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്നതേ ഉള്ളൂ. അല്ലാതെ കിടത്തി ചികിത്സയായിട്ടുള്ള സംവിധാനം ആയിട്ടില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കളരി മറ്റെന്തൊക്കെയോ ഇവിടെ കളരി കുട്ടികളെ നമ്മുടെ ആയോധന കലയുടെ ഒരു കളരിപ്പേറ്റ് പരിശീലനമുണ്ട്. ഒരു കൊല്ലത്തുനിന്ന് ഒരു ആശാനാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഓ, അത് എത്ര ദിവസം? ആഴ്ചയിൽ 2 ദിവസം. 2 മണിക്കൂർ വൈകുന്നേരം. പിന്നെ അതുപോലെ എന്തോ പെയിന്റിങ്ങിന്റെ, അതെ, മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അത് മമ്മിയൂർ ഉണ്ടായിരുന്ന അധ്യാപകർ 2 പേര് വന്ന് ഗുരുവായൂർ എന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകരാണ് 2 പേര്. അവർ ഒരു കോഴ്സ് 6 മാസത്തെ കോഴ്സ് അത് കഴിഞ്ഞു. യോഗ ചെറുതായിട്ട് പഠിപ്പിക്കാറുണ്ട്, ചെറിയ രീതിയിൽ. അതാരാ? സാർ തന്നെയാണോ? അല്ല, വേറെ ഒരു യോഗ മാസ്റ്റർ ഉണ്ട്. നമ്മൾ സാർ തന്നെയാണോ എന്ന് ഞാൻ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. സാറിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിച്ചു. ചില യോഗ മാസ്റ്റർ എന്ന് പറയാൻ ഇല്ല. ചില യോഗ ഞാൻ ചെറിയതിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു സമ്പൂർണ്ണ യോഗ മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ. സാറിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ, നെടുമങ്ങാട്. ഓക്കെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ സാറിനെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബിനു ധർമ്മരാജൻ, സന്തോഷം എന്നും വിളിക്കും. പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് എനിക്കൊന്ന് ഇവിടെ വരണം, കാണണം. വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നിച്ചു. കാരണം സാറിനെ പോലെ ഒരാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. തീർച്ചയായിട്ടും. കാരണം സാർ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ സ്ഥലം ഇപ്പം ഞാനിവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കൊട്ടാരത്തിന്റെ ഏകദേശം എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതൊരു ശേഷിപ്പായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഊട്ടുവരെയാണ് ഇത്. ഊട്ടുവരെയും അതിനനുബന്ധമായിട്ടുള്ള 2 കെട്ടിടങ്ങളേ ഉള്ളൂ. ഇത് കൊട്ടാരത്തിന്റെ ഊട്ടുവരെയായിരുന്നു. ഓ, അത് ശരി. നമ്മുടെ തക്കല പത്മനാഭപുരം കൊട്ടാരത്തിലുണ്ടായിരുന്ന ഊട്ടുവരെയേക്കാളും ചെറുതാണ്, അത്ര വലുതല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1970 ഇത് പുറത്ത് രാജകുടുംബം വിറ്റതാണ്. അതെ, പൂർണ്ണ ഉടമസ്ഥാവകാശത്തിൽ വിറ്റതാണ്. പുറത്തുള്ള ആൾക്കാർ അങ്ങനെ കുറെ ഭാഗം അന്ന് വിൽക്കേണ്ടി ഭാഗം വിറ്റു. താമസിച്ചിരുന്ന സ്ഥലം ഊട്ടുവര, അതിന് ചുറ്റുവട്ട പ്രദേശങ്ങളെല്ലാം വിറ്റു. അതൊരു നിയമത്തിന്റെ ഭാഗമായിട്ട്, അതായത് അന്ന് എനിക്ക് തോന്നുന്നു ഭൂപരിഷ്കരണം ഇതിന്റെ ഭാഗമായിട്ട് ഈ മിച്ച ഭൂമി ഏറ്റെടുക്കുന്ന ഒരു കാലത്ത് അവർ പറയുന്ന കൊടുത്തെന്ന് പറയപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തികൾക്ക് കൊടുത്ത് കാശ് വാങ്ങിയാണ്. പിന്നെ ക്ഷേത്രം അവർ കൈകാര്യം ചെയ്തിരുന്ന ക്ഷേത്രമൊക്കെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് ക്ഷേത്രങ്ങൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ശ്രീപാദൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആറ്റിങ്ങലുണ്ട്. അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങൾ അങ്ങനെ പോയി. ബാക്കിയുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം ചടങ്ങിന് മാത്രം വരും അവർ. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങൾ വരാറുണ്ട്. അജീട്ട് ഭാഷ രാജകുടുംബത്തിന് ഇവിടെ ഇപ്പം രാജകുടുംബത്തിന് സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കയറി വരുന്ന സ്ഥലത്തൊരു മുഖമണ്ഡപത്തിന്റെ അവിടെ കുറച്ച് ഒരു 4-5 സെന്റ് ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു. എല്ലാ ചടങ്ങുകൾക്ക്, ക്ഷേത്ര ചടങ്ങുകളിലാണ്.
നെടുമങ്ങാടുള്ള മധുസാർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത് വാങ്ങാനുള്ള കാരണവും അതിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് ഒരു യാദൃച്ഛ്യമാണ്, ഒരു ചിലപ്പോൾ നിമിത്തം പോലെ സംഭവിച്ചതാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു സഞ്ചാരിയാണ്. അതെ, ചരിത്രാന്വേഷണം, പാരമ്പര്യ അറിവുകൾ ഇടയുള്ള ഒരു പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ ഞാനൊരു പൈതൃക പാരമ്പര്യമൊക്കെ ചികിത്സാ രീതികളിൽ അതിലും താല്പര്യമുണ്ട്. പല ഗുരുക്കന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുള്ള ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയത് പ്രധാനമായിട്ട് ഇതൊരു ആധ്യാത്മിക ഇടവും കൂടെ ആണല്ലോ. അതെ, ക്ഷേത്രവും സ്ഥലങ്ങൾ കാണാൻ വന്ന ചരിത്രപരമായിട്ട് ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. അതെ, തീർച്ചയായിട്ടും. ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു ആറ്റിങ്ങൽ കലാപം എന്ന് പറയും. അത് അഞ്ചുതെങ്ങിൽ ഉമയമ്മ റാണിയാണല്ലോ പെർമിഷൻ കൊടുക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലം ഇവിടെയാണ്, കൊല്ലംപുഴ എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതെ, അത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പാണ്. അതെ, അതെ. അതേപോലെ കുളച്ചലും ഇതേപോലെ ചരിത്ര പ്രാധാന്യമുള്ള, അപ്പോൾ ലോക പൈതൃകത്തോട് ഇടം പിടിക്കുന്ന സ്ഥലമാണ് ഇത്. തിരുവനന്തപുരം ഈ രണ്ട് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലം തന്നെ. അങ്ങനെ ഞാനിവിടെ വരികയും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. ഇവിടം അതിനോടനുബന്ധിച്ചുള്ള ഒരു ചരിത്ര സ്മാരകവും കൂടെ ആണല്ലോ. അങ്ങനെ പിന്നെ ഒരു അതൊന്ന് കാണണം, അത് മനസ്സിലാക്കാനും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിനെ വിൽക്കാനുള്ള ശ്രമമാണെന്ന് അറിഞ്ഞു. ഓ, അത് ശരി. അന്നേ അപ്പോൾ അത് വേറെ ആരുടെയോ കയ്യിലായിരുന്നു അല്ലേ? അതെ, ഞാൻ 10 വർഷം മുമ്പാണ് ഇത് വഴി വന്നത്. ഓക്കെ. 10-15 വർഷം മുമ്പാണ്. വീണ്ടും ഒരു 4-5 വർഷം കഴിഞ്ഞ് വരുമ്പോഴും അയാൾ ഇത് സംരക്ഷിക്കണമെന്ന് താല്പര്യമില്ല, വിൽക്കണമെന്നുള്ളതാണ്. പൊളിച്ചു വിറ്റാൽ കൊള്ളാമെന്നുള്ളതാണ് പുള്ളി. ഇവിടെ ഉള്ളവർക്ക് തടിയുടെ വില. അന്ന് ഇത് കാട് കയറിയൊക്കെ കിടന്നതാണോ? അല്ല, വളരെ ഒരു ജീർണാവസ്ഥയിലായിരുന്നു. സംരക്ഷിച്ചെടുക്കാൻ ഒടുവിൽ ഞാനത് അങ്ങനെ അത് കണ്ടപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞു. അങ്ങനെ ഒരു അങ്ങോട്ടോട്ട് ആശയവിനിമയം നടത്തി നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തു. ഇത് വാങ്ങി, അത്രേ ഉള്ളൂ. ഓക്കെ. അത് വാങ്ങിയതിന് ശേഷം ഇതിനകത്ത് യാതൊരു പരിഷ്കരണവും നടത്തിയിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? അതെ, ഉണ്ടായിരുന്നതിന് ഒന്ന് മറ്റേ പഴയ അവസ്ഥയിൽ തന്നെ സംരക്ഷിച്ച് നടത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള വേറെ നിർമ്മാണ പ്രവർത്തനം ചെയ്തു. അപ്പോൾ അതിൽ ജനലൊക്കെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാക്കണമായിരുന്നു. പിന്നെ തൂണുകളൊക്കെ ഒന്ന് എല്ലാം പഴയ ആ ഘടന ഇപ്പം തന്നെ ഉണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാർട്ടീഷൻ ചെയ്തത് ഇതിനെ യോജിക്കുന്ന രീതിയിൽ കുറച്ച് തടി കൊണ്ട് തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സാറേ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങുന്നതിനെ ആൾക്കാരൊന്നും എതിര് പറയില്ല. പക്ഷെ സാറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനോട് കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ പൂർണ്ണമായും ഇല്ല, പക്ഷേ എതിർപ്പും ഇല്ലായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഇത് ഒരു എന്താണ് ഒരു വരുമാനം ഉണ്ടാകുന്ന സ്ഥലമല്ലല്ലോ ഇത്. അതെ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ഒരു വേഗമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്കിവിടെ സ്വസ്ഥമായിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അതിനെ എങ്ങനെ കൊണ്ടുപോകണം, ഇതിൻ്റെ നിത്യ ചെലവുകളൊക്കെ കഴിഞ്ഞു പോകണമല്ലോ. മിക്കവാറും ഇതിൻ്റെ പണിക്കാർ നിർത്തി എന്നും എന്തെങ്കിലും ഓടുമാറ്റലോ അല്ലെങ്കിൽ മറ്റു പണികളൊക്കെ വരുന്നത്. ഇതിൻ്റെ വരുമാനം അങ്ങനെയാണ് ഒരു ആയുർവേദ ക്ലിനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചത്. അതിന് പരിചയക്കാരായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരും സിദ്ധ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ആലോചിച്ചിട്ട് അവർ വന്ന് ചെറിയ ചെലവിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പല സ്ഥലങ്ങളും പല പുരാവസ്തുക്കളും വാങ്ങിച്ചത് പുരാവസ്തുക്കളായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്, മറച്ചു വയ്ക്കുന്നവരുണ്ട്, അതിനെയൊക്കെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി സമീപിക്കുന്നവരുണ്ട്. പക്ഷെ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ഇതിനെ ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇത് കൈവശപ്പെടുത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യാനായിട്ടായിരുന്നു ഇത് വാങ്ങിയത് അല്ലേ? ഓക്കെ. അതായിരുന്നു ആ ആശയത്തോടെ എത്ര പേര് യോജിക്കുന്നുള്ളതായിരുന്നു. അത്രയും വലിയൊരു ഭാരിച്ച ചുമതല വ്യക്തി ഏറ്റെടുക്കണോ എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് വ്യക്തി സപ്പോർട്ടൊന്നും ഇല്ല, സഹായമൊന്നുമില്ല, വ്യക്തികളുടെ ഒന്നും ഇല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗത്തൊന്നും ഇല്ല. പുരാവസ്തു വകുപ്പിനെ മൊത്തം ഏൽപ്പിക്കണമെങ്കിൽ അവർ ചെയ്തോളാന്ന് എനിക്ക് പറഞ്ഞു. പുരാവസ്തു ഡയറക്ടറെ ഞാൻ ഒരിക്കൽ കണ്ടു. പിന്നീട് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനും പറ്റില്ലല്ലോ. അല്ലാതെ ഒരുപാട് പേര് വരുന്നുണ്ടോ ഇതൊക്കെ കാണാനൊക്കെ? ചരിത്ര വിദ്യാർത്ഥികൾ ധാരാളം വരും, അധ്യാപകർ വരും, വിദ്യാർത്ഥികൾ വരും. പിന്നെ അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം ഇവിടെ നടക്കാറുണ്ട്. ഒരു നല്ലൊരു എനിക്കൊരു സമയം പോകുന്ന കാര്യമാണ്. എന്നെക്കാളും അറിവുള്ളവർ വരും, ഒന്നും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവരും വരും. അപ്പോൾ ഇങ്ങനെ പൊതുവെ
അവരുമായിട്ടൊരു ആശയവിനിമയം സ്ഥിരമായിട്ട് ഇവിടെ നടക്കാറുണ്ട്. ഞാൻ അറിഞ്ഞത് ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള വ്യക്തികളൊക്കെ പലരും വന്നു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഞാൻ ഇവിടെ ഇതിപ്പം ചരിത്രം നോക്കുകയാണെങ്കിൽ ധാരാളം എനിക്ക് മുമ്പും കടന്നു വന്നിട്ടുണ്ട്, ഞാൻ വന്നതിന് ശേഷവും ധാരാളം പേരൊക്കെ വന്നിട്ടുണ്ട്, പരിചയക്കാരും സുഹൃത്തുക്കൾ വഴിയൊക്കെ വന്നിട്ടുണ്ട്. ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് പലരും വന്ന് കൺസൾട്ടേഷന് വന്നിട്ടുണ്ട്. പിന്നെ എന്നെ കാണാനായിട്ടും ചിലർ വന്ന് 2 ദിവസം താങ്ങിയിട്ട് പോകും. അത്രയൊക്കെ. സാർ ഒരു നിത്യസഞ്ചാരിയാണെന്ന് ഞാൻ അറിഞ്ഞു, ശരിയാണോ? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. പല രാജ്യങ്ങളിലും, പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ടോ? കുറച്ച് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയൊരു ഹിമാലയൻ ട്രിപ്പ് പോകാൻ പോകണം. ഹിമാലയ ഞാൻ പോയിട്ടുണ്ട്, ഹിമാലയ യാത്ര പോയിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെ പോകാൻ പോകുന്നത് അടുത്ത്? ആലോചനയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഒരു കൈലാസയാത്രയെ കുറിച്ച് ഒരു അപേക്ഷ കൊടുത്തു, അത് കഴിഞ്ഞ പ്രാവശ്യം റിജക്റ്റ് ചെയ്തില്ല, എനിക്ക് അനുമതി കിട്ടിയില്ല. ഇനിയിപ്പോൾ ശ്രമിക്കണം. ഇനിയിപ്പോൾ അവർ അനുമതി തരുമോ ഇല്ലയോ അറിയില്ല, തരയാണെങ്കിൽ പോകും. ഇതിനകത്ത് നിന്ന് അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ലൈഫ്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു ജീവിതം, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി എങ്ങനെയാണത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ പൂർവികരെ സ്മരിച്ചുകൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവരുടെ അംശബന്ധത്തിലാണല്ലോ നമ്മൾ ജനിക്കുന്നത്. അതെ. അപ്പം അങ്ങനെ അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതം ഒരു സാർത്ഥകമാവില്ല. അതെ. ഓക്കെ. സാറിനെ അസിസ്റ്റ് ചെയ്യാൻ പിന്നെ ആരൊക്കെ ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? സ്റ്റാഫുണ്ട്. ഇവിടെ ഈ എണ്ണ ഇടാനായിട്ട് തെറാപ്പിസ്റ്റ്, ഈ നമ്മുടെ കോഴ്സ് പാസ്സായ ഒരു സ്ത്രീയും ഒരു പുരുഷനും വരും എണ്ണ ഇടാനായിട്ട്. പിന്നെ ഡോക്ടറുണ്ട്, പിന്നെ മറ്റ് പരിചരണത്തിന് മറ്റ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ 3-4-5 സ്റ്റാഫുണ്ട് ഇവിടെ. അവർക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതെ. സാറേ, എനിക്കിത് മൊത്തം ഒന്ന് നടന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ആർക്ക് വേണോ വരാം, ഇതൊരു പൊതുവേദിയാണ്, ആർക്ക് വേണോ വന്ന് എല്ലാം തുറന്ന പുസ്തകമാണ്. എനിക്ക് അങ്ങയോടൊപ്പം തന്നെ നടന്ന് കാണണമെന്ന് ആഗ്രഹം. കാരണം കാര്യങ്ങൾ അന്നേരം ചോദിക്കാമല്ലോ, മനസ്സിലാക്കാമല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊന്ന് അകത്തേക്ക് പോകാം. ഇവിടെ എന്താ സംഭവം? ഇവിടെ കൺസൾട്ടേഷൻ നടക്കുന്ന, ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അന്ന് ഈ സംഭവമൊക്കെ പുതിയതായിട്ട് ഓക്കെ, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തല്ലേ? ഓക്കെ. ഇത് രോഗികൾക്ക് കിടക്കാനും അല്ല, ഇതിപ്പം സ്റ്റാഫിന് വന്ന് അവർക്ക് രണ്ട് റൂമുണ്ട് ഇവിടെ, ട്രീറ്റ്മെന്റ് റൂമുണ്ട്. കൺസൾട്ടേഷൻ ഇവിടെയാണ്. ഇവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത് അല്ലേ? ശരി. ഓക്കെ. എനിക്കിതിനകത്ത് കയറിയപ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയൊരു അതിശയമായിട്ട് തോന്നുന്നു പറഞ്ഞാൽ ഒട്ടും ചൂടില്ല എന്നുള്ളതാണ്. ഞാൻ പുറത്ത് നിന്ന് വിയർത്ത് കുടിച്ചിട്ടാണ്. അതാണ് പണ്ട് കാലത്തെ നിർമ്മിതി. മൊത്തം കണ്ടില്ലേ, തടിയിലാണ്. ചെയ്യാനുള്ള ആശാരിമാരും കിട്ടാനില്ല. ഇന്നിപ്പോൾ ഇതിൻ്റെ പകുതിയുടെ പകുതി ചെയ്യാൻ ആളില്ലല്ലോ, അതാണ് വേറൊരു നഷ്ടം. മൊത്തം തടിയിലാണ്. അതായത് ഇത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാരത്തിൻ്റെ ഒരു ഊട്ടുപുരയായിരുന്നു. ആ ഊട്ടുപുരയാണ് ഇന്നിപ്പോൾ ഈ രീതിയിൽ സംരക്ഷിച്ച് ഒരു ആരോഗ്യ കേന്ദ്രം, യോഗ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അങ്ങോട്ടെന്താ സാറേ? ഇത് ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഒരു കാലം വയ്യാതെ വരണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു മുറിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇല്ല, ഒന്നും, ഇതൊരു ഒറ്റ ഹാളായിരുന്നു. ഒറ്റ ഹാളായിരുന്നു. അത് ശരി. ഇതിപ്പം തിരിച്ചതാണ്. അതിനുശേഷം സാർ എടുത്തതിന് ശേഷം തിരിച്ചതാണ്. അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഇത് ട്രീറ്റ്മെന്റ് റൂമാണിത്. എണ്ണത്തോണി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോണം. ഓക്കെ. ഇനി അങ്ങോട്ടേക്കും എന്തൊക്കെയോ ഉണ്ട്. ഒരുപാട് നീളമുള്ള ഒരു ഊട്ടുപുര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇന്നത്തെ ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവമാണ്. സാറ് പറഞ്ഞ പോലെ ഇത് സംരക്ഷിക്കണമെങ്കിലും ഉണ്ടൊരു വലിയ ചെലവ് അല്ലേ? ഇതിന്റെ മെയിൻ്റനൻസിനൊക്കെ ആയിട്ട്. ഞാൻ കൂടാതെ മറ്റു ജീവജാലങ്ങളിലൂടെ ഉണ്ട്. ഈ ഇതുണ്ടല്ലോ, ജീവജാലങ്ങളോ? അണ്ണാനുണ്ട്, മരപ്പട്ടിയുണ്ട്, അത് ശരി, കീരിയുണ്ട്, മറ്റു അതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത വന്നൊക്കെയാണ്. ഓക്കെ. ഇത് ഇവിടുത്തെ അടുക്കളയാണ്. ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വരുത്താതെ പറ്റില്ലല്ലോ. ഓക്കെ. പഴയ കാലത്തെ സംഗതികളൊക്കെ ഇവിടെയുണ്ട്.
ഇതിന്റെ മരുന്നുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇല്ല, എണ്ണ മാത്രം ഇരിക്കുന്നത്. ഇതെന്താ സംഭവം? ഇതൊരു കൽത്തൊട്ടിയാണ്. പണ്ട് വെള്ളം കോരി ഒഴിച്ച് ഒരു ടാങ്ക് അല്ലേ? ഇന്നത്തെ ടാങ്ക്. അത് ശരി. ഓ, അത് ഒറ്റ കല്ലിലാണല്ലേ? അതെ. ഓ, അത് ശരി. ഇത് ഇന്നത്തേക്കുള്ള ഭക്ഷണമാണോ? ഇത് ഇന്നത്തെ കഞ്ഞി. എല്ലാം വിറകടുപ്പിലാണ്. വിറകടുപ്പും മൺകലമാണ് ഉപയോഗിക്കുന്നത് പരമാവധി ഉപയോഗിക്കുന്നത്. ഓ, അത് ശരി. ആൾ കൂടുതൽ വരണമെങ്കിൽ വലിയ കലത്തിൽ വയ്ക്കും. ഓക്കെ ഓക്കെ. മുകളിലേക്കൊരു ഗോവണിയൊക്കെ ഉണ്ട്. അവിടെ എന്താ സംഭവം? വെറുതെ ഒരു തട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പുറത്തുണ്ട്. സാറുമായിട്ടൊന്ന് പുറത്തേക്ക് പോവാം. സാറേ, തിരക്കല്ലല്ലോ? ഇല്ല, ഞാൻ ഫ്രീ ആണ്. ഇവിടെ അങ്ങ് വരെ ഉണ്ട്. ഇതെന്താ കാണുന്നത്? ഇതിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടമാണ്. സാറിന്റെ പ്രോപ്പർട്ടിയാണ്. ഓ, അത് ശരി. ഇപ്പൊ അവിടെ എന്താ ഉള്ളത്? ഇവിടെ താമസിക്കുന്നത് എവിടെയാണ്? അതായത് ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. 2 റൂം അതിന് വേണ്ടി മാറ്റി. റൂമുണ്ട് അല്ലേ? ദൂരെ. ഓ, ഓക്കെ. നമ്മൾ കുടുംബമായിട്ട് വരുമ്പോൾ താമസിക്കുന്നുണ്ട്. ഇത് അന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള അതേപോലെ തന്നെയാണ്? അതെ, കുറച്ച് ചെറിയ മാറ്റങ്ങൾ. ഓക്കെ. ഇത് കൽത്തൂണായിരുന്നു, അതങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ഇതെല്ലാം അല്ല, ഇത് ഈ കെട്ടിടം നിൽക്കുന്നത് 12 കൽത്തൂണിലായിരുന്നു. എനിക്ക് മുമ്പ് തന്നെ അത് അടച്ചെടുത്തു ആൾക്കാർ. ഒരു കൽവിളക്കൊക്കെ ഉണ്ട്. ഇതൊരു നല്ല ആംബിയൻസ് ആണല്ലോ ഇവിടെ. പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് അല്ലേ? സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ജീവജാലങ്ങളെയും സംരക്ഷിക്കണമല്ലോ അല്ലേ? ഓക്കെ. അതുങ്ങളൊക്കെ അപ്പോൾ എല്ലാ ദിവസവും വരാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്, വെള്ളം കുടിക്കാനൊക്കെ. ഓക്കെ. ഓ, ഇനി അപ്പുറത്തും ഉണ്ട് ഏതോ ഒരു ഹാളുണ്ട്. അവിടെ ഒരു ഹാളുണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. ഇവിടെ എന്താ അങ്ങോട്ടൊരു വഴി കാണുന്നത്? അത് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു. ഇതിലെ അമ്പലത്തിലേക്ക് പോകാൻ നമ്മുടെ ഒരു വാതിലുണ്ട്. ഓ, അങ്ങനെ. എളുപ്പം. ഇവിടെ ദിവാൻ ബംഗ്ലാവ് എന്ന് പറയും. അതായത് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ടേക്കും പോവാം. ഓക്കെ. പക്ഷെ അവിടുത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പോൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്ന സമയമാണല്ലോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ നടന്ന് ആ കാണുന്ന വാതിൽ തുറന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൻ്റെ മതിലാണ് അങ്ങ് കാണുന്നത്. അവിടെ ആ വലിയ മതിൽ കണ്ടില്ലേ? നോക്കിക്കേ, കാട് കയറി നശിച്ചു പോകുമായിരുന്ന ഒരു സ്ഥലം, ഇത്രയും സ്ഥലം എന്തായാലും സാറിൻ്റെ ഒരു മനസ്ഥിതി കൊണ്ട് അത് ഈ രീതിയിൽ സംരക്ഷിച്ചു പോകുന്നു. ഈ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം അതിൽ ഒന്നും നശിപ്പിക്കാതെ വേണ്ടുന്ന ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയെന്നല്ലാതെ പഴയതൊന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. പോകുന്നിടത്തോളം പോട്ടെ അല്ലേ? ഇതെന്തായിരുന്നു പണ്ടത്തെ? ഇത് കലവറപ്പുര എന്ന് പൊതുവെ പറയുന്നത് ഇതിനെ കലവറപ്പുര ആയിരുന്നു. പിന്നെ ഇതൊരു ഹാളായിട്ട്, ഇപ്പൊ യോഗ ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓ, യോഗ ഇവിടെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതിനകത്തേക്കൊന്ന് പോവാം. ഇതെന്താണ്? ഇത് മുറിയാണ്. ഇതൊരു മുറിയാണ്. അതെ. ഇതിന്റെ ഭാഗമാണല്ലേ? ഇതിന്റെ ഭാഗമാണ്. ഓക്കെ. ഇത് രസമുണ്ട്, ഒരു കുഞ്ഞൊരു മുറി, വളരെ ക്യൂട്ടായിട്ടുള്ളത്. അതിനകത്തൊരു ഓഫീസ് റൂമാണോ? ഓഫീസ് റൂം പോലെ. ലൈബ്രറി ഉണ്ടോ? ചെറിയൊരു ബുക്ക്, ചെറിയ ശേഖരം വന്നിരുന്നു വായിക്കാൻ വേണ്ടി. ഒരു എന്തോ സമർപ്പണമാണ് ഈ ബുക്ക്. സമർപ്പണം ആർക്കാണ്? നമ്മുടെ പ്രൊഫസർ ജെ ലളിത. ഇത് AR രാജരാജവർമ്മയുടെ ചെറുമകളാണ്. ഓ ഓ, അത് ശരി. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഈ അമ്മയാണ് ഇവിടെ നമുക്ക് ഈ ബുക്കുകൾ തന്നത്. അമ്മ ഇപ്പം കുളത്തൂർ ആശ്രമത്തിലാണ്. ഇപ്പോഴും ഉണ്ട്? ഉണ്ട്. ആ അമ്മയുണ്ട്, ടീച്ചർ. ശരി. പ്രൊഫസർ ജെ ലളിത ഇവിടെ കോളേജിലെ
ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അതെയോ? അമ്മ കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ മധു സാറ് സ്വന്തമായിട്ട് സംരക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഞാൻ പറഞ്ഞുവല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ, മധു സാറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴൊക്കെ ഞാൻ ആ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ഓക്കെ. സാറേ, ഇത് എന്തോ ഒരു പ്രത്യേകതരം മരമാണെന്ന് തോന്നുന്നു. എന്താണ് ഇത്? കമണ്ടലു എന്ന് പറയും. കമണ്ടലു. തിരിച്ചട്ടി എന്നും പറയും. തിരിച്ചട്ടി തമിഴിൽ. ഇതിൻ്റെ കായുടെ പുറന്തോടാണ് സന്യാസിമാർ ഭിക്ഷ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഓ ഇല്ല, വലിയൊരു പാത്രം പോലെ. ഓ അത് ശരി. പിന്നെ ഔഷധ ഗുണമുള്ളൊരു. ഇതിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് കാശ് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പൂത്തു. ഒരു പ്രായം കഴിഞ്ഞാലേ അത് കാ വരുള്ളൂ. സാറ് നട്ടതാണോ? അതെ. ഇത് വേപ്പ് മരം, ഇതെല്ലാം മരമൊക്കെ വന്നതിന് ശേഷം നട്ടതാണ്. സാറ് പറഞ്ഞതുപോലെ അതെ, ഇവിടെ കിളികൾക്കൊക്കെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന പാത്രങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ. പാമ്പും ചേരയൊന്നും ഇല്ലല്ലോ? അതും കാണുമായിരിക്കും അല്ലേ? അതില്ലാത്ത സ്ഥലമുണ്ടോ? എനിക്ക് പേടി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കിത് അത് എഴുതി കാണിച്ച ഓടുന്ന ആളാണ്. അവിടെ എന്താ കാണുന്നത് അങ്ങ്? ആ കാണുന്നത് അത് വിറകൊക്കെ സൂക്ഷിക്കുന്ന ഒരു. അല്ല സാറേ, അവിടെ ഒരു അത് കളരി പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പം മഴയായതുകൊണ്ടും ഇല്ല, അല്ലെങ്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഓ അത് ശരി. കളരി പുര എന്താണ് അതിന് പറയുന്നത്? കളരി തറയായിട്ട് കെട്ടിയിട്ടില്ല, ഒന്ന് അതിനുള്ള ഒരു ചെറിയൊരു ഏരിയ അല്ലേ, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. ഈ ആല് സാറ് നട്ടതാണ്. 10 വർഷത്തെ. 10 വർഷം. എന്തായാലും സാറിനെ കാണാനും രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഞാനും നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ മധു സാറേ, എന്തായാലും ഞാൻ ഇറങ്ങുകയാണ്. വളരെ സന്തോഷം. അമ്മി കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും. ഓക്കെ. പിന്നെ തന്നെയല്ല, അതിന് എങ്ങനെയാണ് വാക്കുകളിലൂടെ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംരക്ഷകനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇല്ല, അങ്ങനെ ഒരു എന്താ പറയാൻ, ഒരു പദവിയൊന്നും അധിക വിശേഷണമൊന്നും വേണ്ട. നമ്മളെ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും സാറിന്റെ ആ ഒരു മനസ്സിന് അങ്ങേയറ്റം നന്ദി. തീർച്ചയായും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. താങ്ക് യു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവിതാംകൂറിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകളിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അത്തരമൊരു അനുഭവത്തിലൂടെയാണ് ഞാനും ഒക്കെ കടന്നു പോയത്. ഒരു ചരിത്രം എന്നതിലുപരി നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അങ്ങേയറ്റം സ്നേഹിച്ച് നമ്മളത് കണ്ടുവല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മളെല്ലാം അത് കേട്ടുവല്ലോ. അതിൻ്റെ വളരെ പരിമിതങ്ങളായ, ഈ കൊട്ടാരത്തിൻ്റെ വളരെ പരിമിതങ്ങളായ ചില ശേഷിപ്പുകൾ മാത്രമേ ഇനിയുള്ളൂ, ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ പരിമിതങ്ങളായ അവശേഷിപ്പുകളെ ഈ തരത്തിലെങ്കിലും സംരക്ഷിച്ച് ജീവിക്കുന്ന മധുസൂദനൻ എന്ന മധുസാറിനെ നമുക്ക് കാണുവാനും പരിചയപ്പെടാനും സാധിച്ചു. എന്തായാലും ഈ അത്യപൂർവമായ അനുഭവത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ ഈ ചരിത്രഭൂമിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.